നല്ലോണം വളച്ചിട്ട് പോലും സാധനം ഓടിയുന്നില്ല. നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പറഞ്ഞതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് ഗിവ് അവേ തരാൻ വേണ്ടി വേണ്ട ഒരു റോഡും റീലും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട്. 350 രൂപയുടെ ഒരു അടിപൊളി ഒരു ഫ്രോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം. നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് എവിടുന്നാണ് മേടിച്ചാൽ നിങ്ങൾ പോയി ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക. നമ്മളിത് ബ്രൈഡൊക്കെ ഇതേ തന്നെ കയറ്റിയിട്ടുണ്ട്. ഇതൊരു കോംബോ സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റോഡും റീലുമാണ്. ഒരു കോംബോ സെറ്റായിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നത്. നിങ്ങൾ നേരെ പോയി വീഡിയോ പോയി കണ്ടിട്ട് വരും മൊത്തം. ഞാനിപ്പോൾ നിൽക്കുന്ന കഞ്ഞിപ്പാടം ബ്രിഡ്ജിൻ്റെ അടിയിൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മളിത് ഇന്ന് കഞ്ഞിപ്പാടത്ത് വന്നിരിക്കുകയാണ്. ഫിഷിങ്ങിനായിട്ട് വന്നത്, നമ്മൾ സ്പൂൺ എറിയാനായിട്ട് വന്നതായിരുന്നു. അപ്പം നമ്മുടെ കഞ്ഞിപ്പാടത്ത് വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫിഷിംഗ് ടാക്കിൾസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കഞ്ഞിപ്പാട് അമ്പലപ്പുഴ ഏരിയയിലുള്ളവർക്കൊക്കെ ചൂണ്ടയൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂണ്ട മേടിക്കാം. കാരണം നിങ്ങൾക്ക് അത്ര വലിയ ദൂരത്തൊന്നും പോകേണ്ട കാര്യമില്ല. ആലപ്പുഴയിലും അവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഷോപ്പിലെ കാഴ്ചകളൊക്കെ കാണിച്ചു. ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ മേളിലാണ് ഷോപ്പ്. അപ്പോൾ ഇവിടെ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ കയറി നിങ്ങൾ മേളിൽ വരേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിപ്പാടം ബ്രിഡ്ജ് കാണാൻ പറ്റും. അപ്പോൾ അക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വരുവാണെങ്കിൽ എസങ്കാവിലെ റോട്ട് കയറി കഞ്ഞിപ്പാടം കയറി കഴിഞ്ഞ് ബ്രിഡ്ജ് ഇറങ്ങി നിങ്ങൾ ജസ്റ്റ് ഒരു 50 മീറ്റർ താഴോട്ട് വന്നാൽ അതില്ലേ, ഒരു 50 മീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പ് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റിക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് സ്റ്റിക്ക് കളക്ഷൻ ഉണ്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഓരോ കമ്പനിയുടെ സ്റ്റിക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഷിമാനോടെ ഉണ്ട്, ലുക്കാനയുടെ കമ്പനി ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മീനിൻ്റെ റിമൂവറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രോഗ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫ്രോഗ് ജസ്റ്റ് ഞാൻ കാണിച്ചില്ല. കൂടുതലും ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്ന പിള്ളേരാണ് ഉള്ളത്. കേട്ടോ ഇവിടെ ഒരുപാട് ഫ്രോഗ് ഓരോ കമ്പനിയുടെയൊക്കെ ഉണ്ട്. ബ്രാവോടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. ലാർക്കിൻ്റെ ഉണ്ട്, നമ്മുടെ റിയൽ വാരിയറിൻ്റെ കമ്പനി ഉണ്ട്. കേട്ടോ റിയൽ വാരിയറിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയ ഫ്രോഗൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തെറ്റാലിയല്ലേ, മീനടിക്കുന്ന തെറ്റാലിയ. അപ്പം ഇത് ഒരുപാട് പേര് അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ കേട്ടോ. പിന്നെ അൾട്രാലൈറ്റ് സ്റ്റിക്ക് ഇരിപ്പുണ്ട് ഇവിടെ. അൾട്രാലൈറ്റ് സ്റ്റിക്കും അൾട്രാലൈറ്റ് അല്ല. പിന്നെ ഇവിടെ ഷാഡ് ഇരിപ്പുണ്ട്. നമ്മുടെ ലൂർജനിക്സിൻ്റെ ഷാഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ വാഹയൊക്കെ കാസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനം. പിന്നെ നമ്മുടെ ഹുക്ക് ഇരിപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കരിമീനൊക്കെ പിടിക്കാൻ വരുന്നവരാണെങ്കിൽ ഇവിടെ ചെറിയ ഹുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷ് ട്രാപ്പ് ഒരുപാട് പേര് നമ്മളെ ചോദിക്കുന്നുണ്ട്. അപ്പം ഫിഷ് ട്രാപ്പ് ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഇതിനെ പിടിക്കുന്നില്ലേ, കൊഞ്ചിനെയൊക്കെ പിടിക്കുന്ന ഫിഷ് ട്രാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് ഇവിടെ തന്നെ പരീക്ഷിച്ച് നോക്കാം. കാരണം ഇവിടെ 6 ആള്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഇട്ടിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മീനൊക്കെ കിട്ടും. ബ്രൈഡൽ ലൈൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ബ്രൈഡ് ഉണ്ട്. നമ്മുടെ റീലൊക്കെ കയറ്റി വരുന്ന ബ്രൈഡ് ഒരുപാടുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ നമ്മൾ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ലൊക്കേഷനും ഇട്ടേക്കാം കറക്റ്റ്. അൾട്രാലൈറ്റ് റീലുണ്ട്. പിന്നെ നമ്മുടെ ബൈക്ക് കാസ്റ്റ് റീലുണ്ട്. ഒരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ ഒരു പാവപ്പെട്ടവല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കും ലൂറും ഒക്കെ മേടിക്കണം. ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ വീഡിയോയുടെ മുന്നിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഉടമസ്ഥൻ നമ്മൾ വീഡിയോ കാണിക്കാത്തത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോകുവാണെങ്കിൽ കഞ്ഞിപ്പാടം കയറി ചെമ്പക്കുളം റൂട്ടാണ് ഇതിലെ പോകുന്നത്. ചെമ്പക്കുളം വല്ല കാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോഗും നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം. അത്യാവശ്യം ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആക്സസ് സർവീസ് എല്ലാം ഉള്ള ഇവിടെ നമ്മുടെ വീശോലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് താഴെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പ് വീശോലയൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഇതാണ് ഷോപ്പ്. നമ്മൾ ഇവിടുന്ന് ഗിവ് അവേ തരുന്നുണ്ട്. ഒരു റോഡും റീലും കോംബോ. അപ്പോൾ ഒരുപാട് പേര് കോംബോ ഒന്നും തരുന്നില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഗിവ് അവേ വിന്നിങ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ സാധനം അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു റോഡും റീലും കോംബോ മേടിച്ച് ഇവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ നമ്മളിന്ന് സാധനം നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത് ഈ അൾട്രാലൈറ്റ് റോഡാട്ടോ. അതിൻ്റെ ക്വാളിറ്റി അല്ല. അതെ നല്ലപോലെ വളച്ചിട്ട് പോലും സാധനം ഓടിയുന്നില്ലാണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. ഇത് ചെറിയ പിള്ളേരൊക്കെ ഒരുപാട് പേര് കാസ്റ്റിംഗ് ചെയ്യാനായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ ഫ്രോഗൊക്കെ ഇപ്പം ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയതാട്ടോ. അത്യാവശ്യം നമുക്ക് വരാലും ചെറുമീനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു റോഡാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു റീലും നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീൽ ഞാൻ കാണിച്ചിരുന്നു. ഇതാ അതാണ്ട് ഒരു റീല് സ്പോൺസർ ചെയ്യുന്നുണ്ട് അൾട്രാലൈറ്റ്. പിന്നെ ചെറിയ ലൂറുകളൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മീനെയൊക്കെ പിടിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ഫ്രോഗും കൊടുക്കുന്നുണ്ട്, ഒരു ബ്രൈഡൽ ലൈനും കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോ ഇതേ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് കാണിച്ചേക്കാം. നമ്മൾ ഒരു കോംബോ സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ പേജ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഫ്രിക്സ്മാൻ മല്ലു എന്ന് തന്നെ കേട്ടോ. നമ്മുടെ പഴയ അക്കൗണ്ട് റീആക്ടിവേറ്റഡ് ആയിപ്പോയി. പക്ഷേ അത് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ കൊളാബ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക.
അപ്പോൾ യൂട്യൂബിൽ കാണുന്നവരാണ് ജസ്റ്റ് വന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ യൂട്യൂബിൽ കൂടെ തന്നെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും വരുന്ന ഇതുപോലെ ഗിവ് അവേ ഒക്കെ ഇവിടുന്ന് റോഡും ഡീലും ഒക്കെ കോംബോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്തതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞതാണ്ട ഈ റീലും ഈ അൾട്രാ ലൈറ്റ് സ്റ്റിക്കുമാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അത്യാവശ്യം നിങ്ങൾക്ക് ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ഉള്ള കേട്ടോ. ഈ ചെറിയ ഫ്രോഗ് ഇട്ട് നമുക്ക് നാടൻ വരാലൊക്കെ അത്യാവശ്യം പിടിക്കാനൊക്കെ ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ പറ്റിയൊരു റോഡും റീലും നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്നും വിടണ്ട. നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്ന് എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. നമ്മൾ കമൻറ്റ് വിക്കർ വഴി അടുത്ത മാസം 22-ാം തീയതി നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത മാസം പറഞ്ഞാൽ സൺഡേ 22-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ബ്രൈഡൽ ലൈനും ഒരു ഫ്രോഗും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു പയ്യൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ റീലും താണ്ടി അതുപോലത്തെ ഒരു റീലാട്ടോ. റീലും പിന്നെ അൾട്രാ ലൈറ്റ് സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നതാ കണ്ടോ. അപ്പോൾ നീ ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യുന്നില്ലടാ? ഫ്രോഗും സ്പൂണും ഒക്കെ കാസ്റ്റ്. ഇപ്പം നീ സ്പൂണല്ലേ കാസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ സ്പൂണിലൂറൊക്കെ ഇട്ട് കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. വാളയൊക്കെ പിടിക്കാൻ പറ്റിയവർക്കൊക്കെ നല്ലതാണ്. നമ്മൾ റോഡും റീലൊക്കെ ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ പോണ റോഡും റീലും ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാസ്റ്റ് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ നിങ്ങളാരും നമ്മളെ ഒന്നും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു ലൈക്കെങ്കിലും തരുമോ? ലൈക്ക് നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമോ ഈ വീഡിയോ? അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റോഡും റീലും ഫ്രോഗും ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. ഒന്ന് ലൈക്കും ചെയ്ത് വെച്ചേക്കോ. ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കഴിച്ച് നമ്മുടെ ബ്രൈഡ് നമ്മുടെ സ്റ്റിക്കിലോട്ട് കയറ്റാനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് താണ്ട് ഈ കാണുന്ന പുഞ്ചയിലൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഫ്രോഗ് താണ്ട് ഇതിനകത്തിരിക്കും. നാച്ചുറൽ ഫ്രോഗ്. പിന്നെ നമ്മളിത് ഇത്ര ഐറ്റം നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചേട്ടാ കോംബോ തരുമോ നമുക്ക് ഗിവ് അവേ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു. സ്റ്റിക്ക് വേറെ, റീല് വേറെ, നമ്മുടെ ഫ്രോഗ് ലൂറ് വേറെ, അങ്ങനെ കുറേ ഗിവ് അവേ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡും റീലിൻ്റെയും വീഡിയോ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രോഗുകളുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു കോംബോ സെറ്റാണ്. അപ്പോൾ ഇനി വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ. അപ്പം പിള്ളേർക്ക് പറ്റിയ, പിള്ളേർക്കല്ല വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ അത്യാവശ്യം വരാലൊക്കെ പിടിക്കാൻ പറ്റിയ റോഡും റീലും ബ്രൈഡും കൊടുക്കുന്നത്. അപ്പം ഇതാണ് ബ്രൈഡ്. അപ്പോൾ നമുക്ക് ഈ ബ്രൈഡ് നേരെ റീലിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് സ്റ്റിക്കിൻ്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതേലൊരു മീൻ പിടിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒറ്റ ഒരു മീനെ നമ്മൾ പിടിക്കുന്നുള്ളൂ. പിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. കാരണം നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ ഇട്ടിട്ട്. ലൈക്കും ഒന്നും തരുന്നില്ല അധികം. നമുക്ക് ലൈക്കും ഒക്കെ തന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് വരത്തുള്ളൂ ഇനി മുതൽ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇല്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ആണ്ട്രാ വരാരോടി പോണു. റീക്സ്മാൻ മല്ലു കണ്ടിട്ടുണ്ടോ? കൊടുക്കാനാ ഇത് റോഡ് ഗിവ് അവേ. ഗിവ് അവേ പങ്കെടുക്കുവാണെങ്കിൽ കിട്ടും. ഞാൻ ഇത് വെച്ചൊരു മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ബ്രൈഡൽ ലൈൻ നമ്മുടെ റീലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എല്ലാം കാസ്റ്റ് ചെയ്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത 2-3 വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നല്ല ലോങ് കാസ്റ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എറിഞ്ഞിട്ട് മീനൊന്നും പ്രത്യേകിച്ച് അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കാണുക, അതിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക, സംഭവം സ്വന്തമാക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാം.